ഫിലിക്സാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്നാണ് തമിഴ്നാട് അറിയിക്കുന്നത്. പരമാവധി 1000 ഘനയടി വെള്ളം തുറന്നുവിടുമെന്നാണ്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, കൃത്യം 10 മണിക്ക് തുറക്കും. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്? ദിബീഷ്, അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. രാത്രി 10 മണിയോടുകൂടി ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാത്രി കാലത്തിൽ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിവിടില്ല എന്നുള്ളതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ഏതാണ്ട് 10 ഷട്ടറുകൾ ഉയർത്തി 1000 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ പെരിയാറിന്റെ തീരത്ത് ആശങ്കയ്ക്ക് സാഹചര്യമില്ല. കാരണം വളരെ ചെറിയ അളവിൽ മാത്രമാണ് പെരിയാറിൽ ഇപ്പോൾ ജലനിരപ്പുള്ളത്. ഒരു 1000 ഘനയടി വെള്ളം കൂടി ഒഴുകിയെത്തിയാൽ പോലും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം പെരിയാറിന്റെ തീരത്ത് ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 20 ദുരിതാശ്വാസ ക്യാമ്പുകൾ മേഖലയിൽ തുറന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആളുകൾക്ക് ആവശ്യമെങ്കിൽ മാറാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. 136 അടിയിലേക്ക് വെള്ളം എത്തുന്നതോടെ നാളെ രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്.